ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫൈനലി നമ്മുടെ നാട്ടിൽ പോകുന്ന ദിവസം വന്നിരിക്കുവാണ്. ടു എക്സൈറ്റഡ്. അപ്പം നമ്മൾ ഓൺ ദ വേ ആണ് എയർപോർട്ടിലേക്ക്. ഇന്നലെയായിരുന്നു എറിക്കിൻ്റെ ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ നാട്ടിലേക്ക് പോകാൻ ഇറങ്ങി. എയർപോർട്ട് കുറച്ച് ബിസിയായിരുന്നു, പക്ഷേ അത്രയും കുഴപ്പമില്ലായിരുന്നു. വേഗം തന്നെ കാര്യങ്ങൾ നമുക്ക് തീർന്നു കിട്ടിയായിരുന്നു. നമുക്ക് ഇപ്പം ആംസ്റ്റർഡാമിന് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ് ഉള്ളത് പോളണ്ടിലേക്ക്, വാഴ്സോയിൽ. പിന്നെ വാഴ്സോയിന് നമ്മൾ മുംബൈയിലേക്ക് പോകും. പിന്നെ മുംബൈയിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് രാവിലെയാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലേക്ക്. അപ്പം നമ്മുടെ ബാഗ്സൊക്കെ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. അപ്പം എറിക്കിൻ്റെ നെക്ക് പില്ലോ അവൻ ഷോപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ വന്ന് ഒരു നെക്ക് പില്ലോ അവനെ മേടിച്ചു. ഇനി കുറച്ച് നേരം നമുക്ക് കോഫിയും എന്തെങ്കിലും സ്നാക്കൊക്കെ കഴിച്ച് ഇരിക്കണം. അതിനു വേണ്ടി നമ്മൾ പ്ലേസ് തപ്പുവാണ്. അപ്പം നമ്മൾ ഇവിടെ സ്റ്റാർബക്സ് കണ്ട് സ്റ്റാർബക്സിൽ കയറി. എറിക്കിന് ഒരു ചോക്ലേറ്റ് മിൽക്ക്, എനിക്കൊരു ക്യാപ്പച്ചിനോ, എന്നിട്ട് ഒരു ഗ്രീൻ ടീ, പിന്നെ ഒരു സാമൺ ക്രൂസാൻ നമ്മൾ കഴിച്ചു. സ്റ്റാർബക്സിൽ ചിലപ്പം നമ്മുടെ പേരിൻ്റെ ഇൻട്രസ്റ്റിംഗ് വേർഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം ഞാൻ റിസീറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ എൻ്റെ പേര് കറക്റ്റാണ്, പക്ഷേ പുതിയൊരു സ്പെല്ലിംഗ് അവർ എനിക്ക് തന്നിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് ഗേറ്റിലേക്ക് കുറച്ചുകൂടെ നടക്കാനുണ്ട്. അപ്പം നമ്മൾ നടന്നു തുടങ്ങുവാണ്. കൂടെ സൈഡിലുള്ള കടകളൊക്കെ നമ്മൾ നോക്കി ചെക്കൗട്ട് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മുടെ ബോർഡിങ്ങിൻ്റെ ഒക്കെ ടൈമായി. ഒരു 1 hour 45 minutes മതി നമുക്ക് ഫ്ലൈറ്റിൽ വാഴ്സോ എത്താൻ. അപ്പം അവിടെ നിന്ന് പിന്നെ നമുക്ക് ഉള്ള ഫ്ലൈറ്റിൽ ഒരു 8 hours ആണ് മുംബൈയിലേക്ക്. വാഴ്സോ എത്തിക്കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് നമ്മൾ ബോർഡ് ചെയ്ത് കഴിഞ്ഞു മുംബൈയിലേക്കുള്ളത്. ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രീനും കുറച്ച് ടൈം പാസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പ്രീമിയം എക്കണോമി ക്ലാസ് ആണ് ബുക്ക് ചെയ്തത്. കാരണം നിതിൻ്റെ നീ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. എന്നാലും ഫോൾഡ് ചെയ്ത് അത്രയും ലോങ് അവേഴ്സ് ഇരിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ഫൈനലി നമ്മൾ മുംബൈയും എത്തി. മുംബൈയിലേക്ക് ഞാൻ ഓൾമോസ്റ്റ് 9 years കഴിഞ്ഞാണ് ഇപ്പം തിരിച്ചു വരുന്നത്. വെരി ഹാപ്പി ടു ബി ബാക്ക് ടു മുംബൈ. ജസ്റ്റ് ഒരു ഫ്യൂ അവേഴ്സിൻ്റെ സ്റ്റോപ്പാണ് നമുക്കിവിടെ. ഇവിടുന്ന് നമുക്ക് കൊച്ചിയിലേക്ക് പോകണം. ബട്ട് സ്റ്റിൽ ഇറ്റ് ഫീൽസ് ലൈക്ക് ഹോം. ആൻഡ് ഗെസ് വാട്ട്സ് ദ ഫസ്റ്റ് തിങ് ഐ ഡിഡ് ആഫ്റ്റർ ലാൻഡിങ് ഇൻ മുംബൈ? യെസ്, ഞാൻ വടാപാവ് കഴിച്ചു. ആഫ്റ്റർ ഓൾമോസ്റ്റ് 9 long years. ദ ഓത്തൻറ്റിക് വടാപാവ്. അത്രയും ഓത്തൻറ്റിക് അല്ലായിരുന്നെങ്കിലും, കാരണം എയർപോർട്ടിലെയാണ്. ബട്ട് സ്റ്റിൽ അടിപൊളിയായിരുന്നു. അപ്പം നമുക്ക് കൊച്ചിയിലേക്ക് പോകാൻ ടൈമായി. സോ ലെറ്റ്സ് ഗോ ടു കൊച്ചി. കൊച്ചി എത്തിക്കഴിഞ്ഞ് എൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇനി വീഡിയോ എടുക്കാൻ എനിക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു. സോ അവിടുന്ന് ഒരു പ്രീപെയ്ഡ് ടാക്സി എടുത്താണ് നമ്മൾ വീട്ടിലേക്ക് പോയത്. ആലപ്പിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആലപ്പി വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മൾ കംപ്ലീറ്റ്ലി 1 day റെസ്റ്റ് എടുത്തു. ജെറ്റ് ലാഗും പിന്നെ ഉറക്കം കിട്ടാത്തതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത ദിവസം നമ്മൾ ടൗണിലേക്ക് ഇറങ്ങി പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എറിക്കിന് ഹെയർ കട്ട് ചെയ്യണം എന്നും പറഞ്ഞായിരുന്നു. പിന്നെ കുറച്ച് പൈജാമാസ് നമുക്ക് സൂഡിയോയിൽ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ട് അടിപൊളി ഫുഡ് കഴിക്കണം, കുറച്ച് ക്ലോത്ത്സ് മേടിക്കണം, അതൊക്കെയായിരുന്നു നമ്മുടെ പരിപാടി. സോ ഫുഡിനായി നമ്മളിവിടെ ആലപ്പിയിൽ ബ്രദേഴ്സിലാണ് വന്നേക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റ് കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. മമ്മിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തൊട്ട് ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ മൂവി ഷൂട്ടിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ എപ്പോഴും വരുന്ന ഒരു റെസ്റ്റോറൻ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനും എറിക്കും ഒരുപോലെ എൻജോയ് ചെയ്യുന്നതാണ് ഓട്ടോ റൈഡ്സ്. ഇപ്പം നമ്മൾ 1 year കഴിഞ്ഞാണ് തിരിച്ചിവിടെ വന്നിട്ടുള്ളത്. ലാസ്റ്റ് ഇയർ നമ്മൾ വന്നായിരുന്നു. അവന് ഓട്ടോയിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ സൂഡിയോയിൽ വന്ന് കുറച്ച് പൈജാമാസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് ടോണി ആൻഡ് ഗൈൽ നമ്മൾ എറിക്കിന് മുടി വെട്ടാൻ വന്നായിരുന്നു. എറിക്കിന് മുടി വെട്ടാനായിരുന്നു പ്ലാൻ. പക്ഷെ പിന്നെ ഞാനും ഡാഡിയും നിതിനും എല്ലാവരും മുടി വെട്ടി ഇവിടുന്ന്. എറിക്ക് അവിടെ മുടി വെട്ടാൻ കയറി അടങ്ങി ഒതുങ്ങി ഇരിപ്പുണ്ട്. ഇപ്പം അവൻ്റെ ചോയ്സ് ഉണ്ട്. അവൻ്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് മുടി വെട്ടുന്നത്. ഞാനും എൻ്റെ മുടി വെട്ടി ഇങ്ങനെയാണ് ലുക്ക് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഡേക്ക് അടിപൊളിയായിരിക്കും. പിന്നെ എനിക്കറിയാം ഇതെങ്ങനെ ഇരിക്കുമെന്ന്. എറിക്കിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്ററും കൂടെ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്.
നമ്മൾ സാറ്റർഡേ നെതർലാൻഡ്സിന് ജേർണി സ്റ്റാർട്ട് ചെയ്തത് മോർണിംഗ്. ഫുൾ കംപ്ലീറ്റ് ആയി വന്നിട്ട് നമ്മൾ സൺഡേ ഉച്ചയ്ക്കാണ് വീട്ടിലെത്തിയത്. പിന്നെ സൺഡേ അങ്ങനെ പോയി നമ്മൾ റെസ്റ്റ് എടുത്തു. നമുക്ക് ജേർണി വന്നത് നെതർലാൻഡ്സ് ടു പോളണ്ട്, പിന്നെ പോളണ്ട് ടു മുംബൈ, പിന്നെ മുംബൈ ടു കൊച്ചിയായിരുന്നു. അങ്ങനെ ഫുൾ ജേർണി ലേ ഓവർ എല്ലാം കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് 24 hours എടുത്തു നമുക്ക് വീട്ടിലെത്താൻ. പിന്നെ സൺഡേ അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തു. ബാക്കി ഡേ പിന്നെ മൺഡേൻ്റെ തന്നെ വർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൽ തന്നെ നടന്നു. വീട്ടിൽ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങി. മൺഡേ കാര്യമായിട്ട് ഒന്നും ചെയ്യാനില്ലായിരുന്നു. ട്യൂസ്ഡേ നമ്മൾ കുറച്ച് പുറത്തിറങ്ങി ലഞ്ചൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ഹെയർ കട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഡാഡി, നിതിൻ, എറിക്കും ഞാനും ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വന്നു. നാളെ രഞ്ജുവും പിള്ളേരും ചേച്ചിയൊക്കെ വരും എന്ന് വിചാരിക്കുന്നു. അവരെ കാണാനും നല്ല എക്സൈറ്റഡ് ആണ്. രാവിലെ 5-5:30 ആകുമ്പോൾ എണീക്കും. പിന്നെ അവരുടെ റുട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഡാഡി മോർണിംഗ് തന്നെ ടെറസിൽ വന്ന് വാക്ക് ചെയ്യുമായിരുന്നു. ഞാനിന്ന് നേരത്തെ എണീച്ച് നോക്കിയപ്പം മമ്മി അടുക്കളയിലെ പണിയൊക്കെ തുടങ്ങി, എല്ലാം റെഡിയാക്കി തുടങ്ങി. നല്ല റുട്ടീൻ ലൈഫിലാണ് അവർ ജീവിക്കുന്നത്. ആ റുട്ടീൻ നമുക്ക് നമ്മുടെ ലൈഫ് ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഭയങ്കര പാട്. ഇവരിപ്പോഴും ഉറക്കമാണ്. ഇതാണ് മമ്മിയുടെ ലിവിങ് സ്പേസ്. എവിടെ പോവാ? എന്താണ് ഡാഡി രാവിലെ പണി? മിണ്ടാനൊന്നുമില്ലേ? മിണ്ടാനൊന്നുമില്ലേ? പത്രം വൈകിയല്ലേ, നിമിഷപ്രിയയുടെ അവശിഷ്ട മാറ്റി വെച്ചു. കാന്തപുരം സാഹിബാണ് ഇതിനകത്ത് അറിയാവും. കാന്തപുരം സാഹിബാണെന്ന് ഇതിനകത്തും ഇതാണ് മമ്മിയും ഡാഡിൻ്റെയും ചെറിയ ഗാർഡൻ റെഡിയാക്കിയേക്കുന്നത്. ഈ ചെടിയൊക്കെ ഞാൻ നെതർലാൻഡ്സിൽ കൊണ്ടുവന്നായിരുന്നു. പക്ഷെ ഒന്നും കിളുത്തിയിട്ടില്ല ശരിക്കും. കുറേ ചക്കമരം എന്താ തേങ്ങാമരവും ഉണ്ട്. ഇവിടെ ഒരു പേരയ്ക്ക ഉണ്ട്. ചെറിയൊരു തെങ്ങുണ്ട് ഇവിടെ. ഇവിടെ കുരുമുളക് വേർന്നുണ്ട്. വരുന്ന ഒരു മാവാണിത്. കുരുമുളകിൻ്റെ കുരുമുളക് അത് ഞാൻ പാകിക്കൊണ്ട് അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുരുമുളക് തോട്ടം കമ്പോസ്റ്റ് ബിന്നാണ് അവിടെ. That is my chamba and another fruit tree. This is tamarind. No, not tamarind. Turmeric. മലയാളമൊക്കെ മാറി ഇംഗ്ലീഷ് ആയിരിക്കുന്നു. Developing new pepper tree, pepper bush. This is another garden plant. This now in കരിയാപ്പില ഇവിടെ.
മൊത്തത്തിലൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണമല്ലോ സ്ഥലം. This is our സോളാർ solar power. വാട്ട് ഈസ് ദിസ് ഓൺ ദ സൈഡ്? പായൽ ആൻഡ് പൂപ്പൽ. That is butterfly plant. ഇതിൻ്റെ പേരല്ല ഇൻക്രീസിങ് നമ്പേഴ്സ് ഓഫ് ഇതിൻ്റെ പേര്. ഡാഡി പറയുന്നത് ദിസ് ഇസ് അവർ തുളസി പ്ലാന്റ്. തുളസി പ്ലാന്റ്. This is Panigurka, very good for cough and cold. Bamboo tree was presented to Johan on plantation day. Oh, very nice. ഇതാണ് ചെത്തിപ്പൂവിൻ്റെ സ്മോൾ ടൈപ്പ്. വലിയ ചെത്തി. ഇത് ചൈനീസ് റോസ് ആണ്. ഇത് കാക്കപ്പൂ. ദിസ് ഈസ് കാക്കപ്പൂ. 2 കളറിലുണ്ട് ഇത് ഞങ്ങളുടെ അടുത്ത്. അതിൻ്റെ കളർ റിസോഴ്സിൽ ഇതാണ് എറിക്കിൻ്റെയും എൻ്റെയും ഫേവറേറ്റ് സ്പോട്ട്. ഈ വീട്ടിൽ ഊഞ്ഞാലാടി ഇങ്ങനെ ഇരിക്കാം. ഈസി ചെയറാണിത്. ഞാൻ റിലാക്സ് ചെയ്യുന്നത് ഇവിടെയാണ്. പേപ്പർ വായിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഞാൻ ഇവിടെ വരും. റോക്കിംഗ് ചെയറാണ്. ചെയ്യും. വണ്ടികൾ പോകുന്നത് നോക്കുക, ആളുകൾ പോകുന്നത് നോക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സൈസ്. രഞ്ജുവിൻ്റെ സൈക്കിള്. ഈ വ്ളോഗ് ജനറൽ പബ്ലിക് ആൻഡ് യൂണിവേഴ്സൽ മാൻ. ഈ വ്ളോഗിന്റെ ഇംഗ്ലീഷ് വ്ളോഗായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഇരുന്ന് നേച്ചർ എൻജോയ് ചെയ്യാൻ നല്ല രസമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് പക്ഷികളുടെ സൗണ്ടും അമ്പലങ്ങളിലും പള്ളികളുടെയും ഉള്ള പ്രാർത്ഥനകളെല്ലാം രാവിലെ തന്നെ കേൾക്കാം. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് കണ്ടുകിട്ടിയ എൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ബുക്കാണിത്. എന്തോ 10th or 11th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഉണ്ടാക്കിയ ഒരു ബുക്കാണ്. ഫസ്റ്റ് പേജ് ഒബ്വിയസ്ലി ഞാൻ തന്നെയാണ് ഫിൽ ചെയ്തേക്കുന്നത്. ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിക്കാനൊന്ന് പുറത്തിറങ്ങി. ഇവിടെ ആലപ്പി ടൗണിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എറിക്കിൻ്റെയും ഫേവറേറ്റ് സ്പോട്ടാണ് ഇത്. വീക്കെൻഡ് ആയപ്പം രഞ്ജുവും ചേച്ചിയും പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. രഞ്ജു എൻ്റെ ബ്രദറാണ്. അപ്പം ഞങ്ങൾ വൈകുന്നേരമായപ്പം ആലപ്പി ലൈറ്റ് ഹൗസ് കാണാനൊന്ന് വന്നായിരുന്നു. ലൈറ്റ് ഹൗസിൻ്റെ ടോപ്പിനുള്ള വ്യൂ ആണ് ഇത്. ഓൾമോസ്റ്റ് ഒരു 100-105 സ്റ്റെപ്സ് ഉണ്ട് മേലേക്ക് എത്താൻ. പക്ഷേ ഞാൻ വിചാരിച്ച അത്രയും ഡിഫിക്കൽട്ടൊന്നും ഇല്ലായിരുന്നു. കയറാൻ പറ്റും നമുക്ക്. ഈ ലൈറ്റ് ഹൗസ് ഉള്ള ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ താഴെ ഒരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് നേരം അവിടെ കളിച്ചിരിക്കാൻ പറ്റും. എറിക്കും യോഹാനും നൂനും നന്നായി പ്ലേ ഏരിയ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ്. ഇനി നമുക്ക് കാണാം നെക്സ്റ്റ് വ്ളോഗിൽ. ടിൽ ദെൻ ബൈ ബൈ. ഓൾസോ വ്ളോഗ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കോമെൻറ്റ്.